ഉണ്ട് ഈ വീട്ടിൽ മരണമുണ്ട്, ദുഃഖമുണ്ട് ഈ നാട്ടിൽ, വ്യാധിയുണ്ട്, കഷ്ടമുണ്ട് ഈ വീട്ടിൽ, മരണമുണ്ട്, ദുഃഖമുണ്ട് ഈ നാട്ടിൽ, നാട് ദ്രോഹിയുടെ വീട് വിശ്വാസനാടെ നോക്കി വേഗമോടിടാ, വേഗമോടിടാ, വേഗമോടിടാ. വിശ്വാസനാടെ നോക്കി വേഗമോടിടാ, വേഗമോടിടാ, വേഗമോടിടാ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആദിത്യമാവിട് ആരായോ നമ്മുടെ വീട് ആദിത്യമാവിട് ആരാലോകത്തിലെ. വിശ്വാസനാടി നോക്കി വേഗമോടിടാ, വേഗമോടിടാ, വേഗമോടിടാ. വിശ്വാസനാടി നോക്കി വേഗമോടിടാ, വേഗമോടിടാ, വേഗമോടിടാ. എന്റെ പ്രിയൻ വന്നിടുമേ ദൂതരുമാ, ദുരിതങ്ങൾ നീക്കിടുവാൻ ജയധുരിയുമാ. എന്റെ പ്രിയൻ വന്നിടുമേ ദൂതരുമാ, ദുരിതങ്ങൾ നീക്കിടുവാൻ ജയധുരിയുമാ. വന്നിടുമേ വേഗം എന്റെ ആത്മസ്നേഹിതൻ ആനന്ദോഹത്തിലേ. വന്നിടുമേ വേഗം എന്റെ ആത്മസ്നേഹിതൻ വിശ്വാസമാടെ നോക്കി വേഗമോടിടാ, വേഗമോടിടാ, വേഗമോടിടാ. വിശ്വാസമാടെ നോക്കി വേഗമോടിടാ, വേഗമോടിടാ, വേഗമോടിടാ. എന്റെ പ്രിയൻ വന്നിടുമേ ദൂതരുമാ, ദുരിതങ്ങൾ നീക്കിടുവാൻ ജയധുരിയുമാ. എന്റെ പ്രിയൻ വന്നിടുമേ ദൂതരുമാ, ദുരിതങ്ങൾ നീക്കിടുവാൻ ജയധുരിയുമാ. വന്നിടുമേ വേഗം എന്റെ ആത്മസ്നേഹിതൻ ആരാലോകത്തിലേ. വന്നിടുമേ വേഗം എന്റെ ആത്മസ്നേഹിതൻ ആരാലോകത്തിലേ. വിശ്വാസനാടെ നോക്കി വേഗമോടിടാ, വേഗമോടിടാ, വേഗമോടിടാ. വിശ്വാസനാടെ നോക്കി വേഗമോടിടാ, വേഗമോടിടാ, വേഗമോടിടാ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആദിത്യമാവിട് ആരാലോകത്തിലേ. നമ്മുടെ വീട് ആദിത്യമാവിട് ആരാലോകത്തിലേ. വിശ്വാസനാടെ നോക്കി വേഗമോടിടാ, വേഗമോടിടാ, വേഗമോടിടാ. വിശ്വാസനാടെ നോക്കി വേഗമോടിടാ, വേഗമോടിടാ, വേഗമോടിടാ. വിശ്വാസനാടെ നോക്കി വേഗമോടിടാ,
വേഗമോടിടാ ശ്വാസമാടെ നോക്കി വേഗമോടിടാ ഇന്ന് രാത്രി നമ്മുടെ ദൈവത്തെ കരങ്ങളിൽ ചേർത്തടിച്ച് അധരങ്ങളെ തുറന്ന് സന്തോഷത്തോടെ പ്രത്യാശയോടെ ഇന്ന് രാത്രി കാലം പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാമല്ലോ. ഇന്ന് രാത്രിയിലെ ആരാധന നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും ആനന്ദകരമായി മാറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് വലിയ സാന്നിധ്യത്തിന് കീഴിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ നൽകട്ടെ. ഇന്ന് രാത്രി കാലത്തെ ആരാധന നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും ആനന്ദവും പ്രത്യാശയും നൽകുവാൻ കർത്താവ് കൃപ നൽകട്ടെ. ദൈവകൃപയുടെ മറവിൽ സ്വർഗ്ഗം നമ്മളെ മറച്ച് ആനന്ദത്തിന്റെ നദിയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ കഴിഞ്ഞ വർഷങ്ങളെല്ലാം കരുണയിൽ നമ്മളെ സൂക്ഷിച്ച ദൈവത്തിന്റെ മഹാസ്നേഹത്തെ ഓർത്ത് പാട്ടിന്റെ വരികൾ ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ ഇന്ന് രാത്രികാലം നമുക്ക് സ്തുതിക്കാമല്ലോ. ദൈവത്തിന്റെ സാന്നിധ്യത്തിന് കീഴിൽ ദൈവത്തിന്റെ സ്നേഹത്തിന് ആഴമെന്നുള്ള മനോഹരമാകുന്ന പാട്ടിന്റെ വരികൾ പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിച്ച് കരങ്ങൾ ചേർത്തടിച്ച് അധരങ്ങൾ തുറന്ന് സന്തോഷത്തോടെ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാമല്ലോ. സ്തോത്രം 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 സ്തോത്രം. എത്രയോ ശ്രേഷ്ഠമാരുതി എന്നെന്നു മൂർത്തിയും വൻകൃപയാ ദൈവത്തിൽ സ്നേഹത്തിനാഴവും വന്നിപ്പമാവിനാവതിലേ എത്രയോ ശ്രേഷ്ഠമാ കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി നഗേരിടും വേളകളിൽ പരിദുഷേരിടും നാളുകളിൽ തളർന്നിടാതെ മനം കരുതുന്നത് താങ്ങിടും നിത്യവും തൻ കരത്താ നഗേരിടും വേളകളിൽ പരിദുഷേരിടും നാളുകളിൽ തളർന്നിടാതെ മനം കരുതുന്നത് താങ്ങിടും നിത്യവും തൻ കരത്താൽ കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 പകർന്നൊരു ശക്തിയത് കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ കൈവിടുമ്പോൾ കുട്ടിടമേറി കൂടി വരോ മരണത്തിൻ താഴ്വരെ ഉറ്റവരെ വരെ കൈവിടുമ്പോൾ കുട്ടിടമേറി കൂടി വരോ മരണത്തിൻ താഴ്വരെ തെല്ലുപ്പായാവിനി യേശുവിനാൽ കൃപയാൽ 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 സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത് കൃപയാൽ 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 സ്നേഹിച്ച സ്നേഹമിത്
കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത് ആയിരമായിരം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരവീകൃഷം മാറിടുന്നു കൂടെയുണ്ട് ആയിരമായിരം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരവീകൃഷം മാറിടുമേ കൂടെയുണ്ട് കൃപയാൽ 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 സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത് കൃപയാൽ 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 സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത് കൃപയാൽ 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 സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ആവശ്യമാണ് കർത്താവേ അറിയുന്നു അവിടുത്തെ ആവശ്യമാണ് കർത്താവേ അറിയുന്നു ആദിത്യാദിന്റെ അനുഭവമോ അതിശയിലൂടെ നടത്തിടുവാൻ ആദിത്യാദിന്റെ അനുഭവമോ അതിശയിലൂടെ നടത്തിടുവാൻ ആദിയിലെ പുരാതനേ അവിധവരം തരണേ ആദിയിലെ പുരാതനേ അവിധവരം തരണേ ഓ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ ഓ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ ഓരോരുത്തരുടെ ലോകത്തോടിടുവാൻ സാധാരണ ശക്തിയെ നീച്ചിടുവാൻ ലോകത്തെ ലോകത്തോടിടുവാൻ സാധാരണ ശക്തി നീച്ചിടുവാൻ ധീരതയോടൊരു ജീവിക്കുവാൻ അഭിഷേകം ചെയ്തിടേ അവർ ധീരതയോടൊരു ജീവിക്കുവാൻ അഭിഷേകം ചെയ്തിടേ അവർ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടേ അവിടുത്തെ ആവശ്യമാണ് കർത്താവേ അറിയുന്നു അവിടുത്തെ ആവശ്യമാണ് കർത്താവേ അറിയുന്നു കൃപയിലും വരയിലും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വളർന്നിടുവാൻ കൃപയിലും വരയിലും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വളർന്നിടുവാൻ പിന്നലെ ഇതുവരെ ഉണർന്നിടുവാൻ പിന്നലെ ഇതുവരെ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടേ അവർ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടേ അവിടുത്തെ ആവശ്യമാണ്
കർത്താവേ നീ അറിയുന്നു അവിടുത്തെ വേദനകൾക്കാവശ്യമേ കർത്താവേ നീ അറിയുന്നു പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടേ വിശുമാറാത്തവേ 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 ആയിത്തരുന്നവർ ഇന്നുവെന്ന് കൂടിയുള്ളവർ വിശുമാറാത്തവേ 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 ആയിത്തരുന്നവർ ഇന്നുവെന്ന് കൂടിയുള്ളവേ തന്റെ എത്രയോ അതിവിശ്വസേകവാചിരമേ തന്റെ സേകവാചിരമേ എല്ലെങ്കിലോ എല്ലാത്തിലുമെല്ലാം അകറ്റിയാന്റെ സ്നേഹത്താൽ എല്ലെങ്കിലോ എല്ലാത്തിലുമെല്ലാം അകറ്റിയാന്റെ സ്നേഹത്താൽ വിശുമാറാത്തവേ 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 ആയിത്തരുന്നവേ ഇന്നുവെന്ന് കൂടെയുള്ളവൻ വിശുമാറാത്തവേ 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 ആയിത്തരുന്നവർ ഇന്നുവെന്ന് കൂടെയുള്ളവേ സഹായികരുമേ സഹായികരുമേ നല്ല വൈദ്യരോ ദിവ്യാംശകരുമേ ആത്മസഖിയുമോ തന്നെ നല്ല വൈദ്യരോ ദിവ്യാംശകരുമേ ആത്മസഖിയുമോ തന്നെ വിശുമാറാത്തവൻ 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 ആയിത്തരുന്നവർ ഇന്നുവെന്ന് കൂടിയുള്ളവൻ വിശുമാറാത്തവൻ 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 ആയിത്തരുന്നവർ ഇന്നുവെന്ന് കൂടിയുള്ളവേ വിശുമാറാത്തവൻ വിശുമാറാത്തവൻ
തുലമാനകരം ശകരം തുലപൈഡകരകതല ജൂഡമേ ഇടകേരകതമരാജകരം തുലപൈഡാരാചാരികത അസ്ഥാനാധീവാരം ദേ രകതാരാജൂഡത്തെ രകശംഭവരം തുലമൗട്ടവരം തുല ഉടമാരാധികര ശൗചാരം ചേരേ ദേ അന്താരാധീവശവരെ രകതാരാജൂഡത്തെ രേ അസ്ഥാനാധീവരമനവ ശ്രീകാല ശംഭരമൗഢ അസ്ഥാനാധികതല പൈഡകരം തുലമൗഢവരാധികരകരെ ഉടമാരാധികരാരാധ ശ്രീകാരാധീകരകടക അസ്ഥാനാധീവശവരെ രകതാരാജൂഡകരം അത്താരാധീവശങ്കരമൗഢവരം തുലമൗഢവരകര ഉടമാരാധികര ചാര അത്താരാധീവശവരെ രകതാരാജൂഡകരം വൈഡകര ചരവരവരമൗഢ അത്താരാധീവശവരെ അന്താരാജൂഡകരത്തര വൈഡകരം തുലവരവരവരവ അസ്ഥാനാധീവശന്റെ രകതാരശാദനം അന്താരകരം ശവരം തുലവേദകരം ധുമരാധികരകത ഉടമാരാധികരകരം ശവരം തുലവേദേ അസ്ഥാനാജീവാബാബ അന്താരാജീവാരാധ ശ്രീകാലാരികതേ ജ്വാല അസ്ഥാനാജീവരവരവ ഉടമാരാധികരധാരകരം തുലവൈശവരാധികരകത ഭൂദാനം ധേരം ചേരം ധേരം ധാരം ശബരാധ അസ്ഥാനശവരം തുലശവരാധികരകതല ജൂഡവരം തുലവരവൽ അന്താരാജീവാരാവ അന്താരാജീവശംധേ രകതാരാജൂഡത്തേരെ അസ്ഥാനാജീവരവരവ ഉടമാരാധികര ശാന്ത അഞ്ചാരകരം തുലവേദകരം ശകരം തുലവേദകരം അന്താരാജീവരകടക അത്തൂരാജാരാധീരെ ധീരാജാരക്ഷരം അന്താരാധീവശവരെ രകതാരാജൂഡത്തേരെ അസ്ഥാനാധീഭാരവരശവരം തുലവേദകരകത ഉടമാരാധികരാരകതല വൈഡകരം തുലമൗഢവരാധര അർജുന വൈഡകരം തുലവശവരാധികരകതല ജൂഡവ ഉടകാരകതലകടക ഝാരകരം തുലവേദകരം ശക അർജുനവാദകരം ശകരം തുലവേദേരകതമരാജ ഉടമാരാധികന ശബ്ദ സംചാരാജീവാഹങ്കാരാചാരീകൾ പ്രൗഢാരകമന അർജുനവാദകരം ശകരം തുലവേദകരം ഉടമരാജ ഉടമാരാജികലേതികരെ വൈഡേരി ബാബാഹങ്കാരാജ അസ്ഥാനാധീവശവര ഉടമാരാധികര ശാദേ ബ്രഹ്മാന ജീവൻ ഖബര അത്താരാജൂഡവരം തുലവേദകരം ശകരം തുലവേദേ അന്താരാധികരകടക ദൂരമരാജ ഹല്ലേലൂയ താങ്ക് യു ലോർഡ് ജീസസ് ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ സമയങ്ങളെ വേർതിരിക്കാം. ഇന്ന് രാത്രികാല പരിശുദ്ധ സ്തോത്രം 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 സ്തോത്രം.
നിത്യമായി ശുദ്ധി നന്ദി നന്ദി നാഥാ പരിശുദ്ധരേ ഉന്നതരേ ആരാധന പരിശുദ്ധരേ ഉന്നതരേ ആരാധന ജീവിതേ വന്നാലും നിന്നെ പിരിയുകയില്ല ജീവിതേ വന്നാലും നിന്നെ പിരിയുകയില്ല ജീവനിൽ അർപ്പിക്കും നാഥാ നിശ്ചയം ജീവനിൽ അർപ്പിക്കും നാഥാ നിശ്ചയം രക്ഷകനേ യേശുനാഥാ ആരാധനേ ആരാധന നല്ലവരേ വല്ലഭരേ ആരാധന രക്ഷകനേ യേശുനാഥാ ആരാധനേ ആരാധന രക്ഷകനേ യേശുനാഥാ ആരാധനേ ആരാധന പരിശുദ്ധരേ ഉന്നതരേ ആരാധന പരിശുദ്ധരേ ഉന്നതരേ ആരാധന പരിശുദ്ധരേ ഉന്നതരേ ആരാധന പരിശുദ്ധരേ ഉന്നതരേ ആരാധന
തിളങ്ങൂ മനുഷ്യരെ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സർവ്വനാഥനാം കൃഷ്ണ. ഹല്ലേലൂയ നമ്മുടെ കണ്ണുകളെ കിടക്കാം. നമുക്കിന്ന് രാത്രി പ്രാർത്ഥിക്കാം. മഹോന്നതനായ ദൈവത്തെ, വലിയവനായ ദൈവത്തെ, അത്യുന്നതനായ ദൈവത്തെ, സാധുക്കളായ നമുക്കിന്ന് രാത്രി കാല ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയല്ലോ. ഇന്ന് രാത്രികാല വചനത്തിന്റെ സത്യങ്ങൾ, വചനത്തിന്റെ ആഴങ്ങൾ, വചനത്തിന്റെ ഇന്ന് രാത്രികാല മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് തന്റെ ദാസിലൂടെ നമുക്ക് കേൾക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ 30, 60, 100 മേനി അത് അനുഗ്രഹമായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്കാ ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം അങ്ങയുടെ കർത്താവേ കൃപയുടെ മറവിൽ സ്വർഗ്ഗം ഞങ്ങളെ സൂക്ഷിച്ച വിധങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാത്രികാല കർത്താവേ അല്പജലവുമായി ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിന്റെ ദാസിയിലൂടെ ഞങ്ങൾക്ക് ആവശ്യമേറിയ വചനം കേൾക്കുവാൻ, സ്വർഗ്ഗം കൃപ തരുവാൻ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം സ്വർഗ്ഗം ഞങ്ങളുടെ തലയ്ക്ക് മീതെ തുറന്നിരിക്കുന്നതിനാ ഞങ്ങൾ നന്ദി പറയുക. ഇന്ന് രാത്രികാലം സറാഫുകൾ കർത്താവേ ഞങ്ങളുടെ ആരാധനയിൽ ഇറങ്ങി വരുവാൻ സ്വർഗ്ഗം സഹായിക്കുന്നു. ഗബ്രിയേൽ, മീഖായേൽ ദൂതന്മാർ ഞങ്ങളുടെ മീറ്റിംഗിൽ മേൽ ഉള്ളതിനാ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിന് കീഴിൽ സ്വർഗ്ഗം ഞങ്ങളെ മറയ്ക്കും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗമരുന്നവനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സന്ധ്യ വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നാം ആയിരുന്ന ഇടങ്ങളിലെല്ലാം കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. ഇന്നുവരെയും കർത്താവ് നമ്മളെ ആരോഗ്യത്തോടെ, ആയസ്സോടെ കർത്താവ് നമ്മളെ നിലനിർത്തിയല്ലോ. ഇന്ന് രാത്രികാലം വളരെ പ്രത്യാശയോടെ ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ഇന്ന് രാത്രികാലം വചനം എന്നോട് സംസാരിക്കണം, പരിശുദ്ധാത്മാവിലൂടെ എന്നോട് ഇടപെടണമെന്നുള്ള വളരെ പ്രാർത്ഥനയായിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷകൾക്കായി ഫേവയെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവം ഒരുക്കിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യകാലം കർത്താവ് നമ്മളെ പരിപാലിച്ചു, ആപത്തിൽ നമ്മളെ വിടുവിച്ചു. ഇത്രത്തോളം ദൈവം നടത്തിയെങ്കിൽ ആ ദൈവിക സ്നേഹത്താൽ നമ്മൾക്ക് ഒരുമിച്ച് ആരാധിക്കുവാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരുക്കിയ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത്, ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നമുക്ക് എത്രത്തോളം ദൈവത്തെ സ്തുതിക്കാമോ അത്രത്തോളം ദൈവത്തെ ആരാധിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ വലിയൊരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകും. അവൻ അല്പസമയം ചിന്തിക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. എഫീസ്യർ 6:10. ആരെങ്കിലും എടുത്തെങ്കിലും ഒന്ന് വായിക്കുക. എഫീസ്യർ 6:10. ഒടുവിലെ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിലും പിശാചിന്റെ തന്ത്രങ്ങൾ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് വചനത്തിന് മുൻപിലായിരിക്കുന്നു. ദൈവിക സാന്നിധ്യത്തിന്റെ ശക്തി വ്യാപരിക്കണം. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ, ഈ വചനം പറയുമ്പോൾ തന്നെ ഒരാത്മാവിന്റെ ശക്തി ശരീര മണ്ഡലത്തിൽ, ആത്മീക മണ്ഡലത്തിൽ വെളിപ്പെടുവാൻ തക്കോണം ദൈവിക
ദൈവിക അധികാരത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം അവിടെ വ്യാപരിക്കുവാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്പസമയം വചനമായി നിൽക്കുന്നു. ദൈവിക കൃപയാൽ നിറച്ചാട്ടെ. മാനവോത്തരുടെ കടം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഈ വചനത്തിൽ പറഞ്ഞത് ഒടുവിലും കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവി. പിശാചിന്റെ തന്ത്രങ്ങൾ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളി. അവൻ ഈ വചനത്തിൽ പറയുന്നത് അമിത ബലത്തിൽ ശക്തിപ്പെടാനാ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു ആത്മാവിന്റെ ശക്തി, ദൈവം അവൻ തന്നിരിക്കുന്ന ഒരു ആത്മീക ഗിഫ്റ്റ് ഈ ദിവസത്തിൽ ശക്തിയോടെ പ്രയോജനപ്പെട്ടെങ്കിൽ അവൻ ശത്രു നമ്മുടെ മുൻപിൽ വരുമ്പോൾ, അവൻ ശത്രു നമ്മളെ ഒതുക്കുവാൻ വരുമ്പോൾ, അവൻ ഇന്ന് രാത്രികാലം ആത്മാവിൽ യുദ്ധം ചെയ്ത് ശത്രുവിനോട് പോരാടുവാൻ തക്കവണ്ണം ഒരു സർവായുധവർഗം ധരിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഒടുവിലും കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവേൻ. എങ്ങനെയാണ് ശക്തിപ്പെടേണ്ടത്? 1 ആരാധനയിൽ, 2 ഉപവാസത്തിൽ, 3 കണ്ണുനീരിൽ, അവൻ ആത്മാവിൽ പ്രാർത്ഥിച്ച്, അവൻ ആത്മാവിൽ ആരാധിച്ച് മുൻപോട്ട് പോകുന്ന വ്യക്തി ജീവിതത്തെ ഒരു ശക്തിക്ക് കീഴ്പ്പെടുത്തുവാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ എങ്ങനെ എതിർത്ത് നിൽക്കണം? അവൻ ആത്മാവിൽ എതിർത്ത് നിൽക്കണം, അവൻ പ്രാർത്ഥനയിൽ എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് 1 ജഡരക്തങ്ങളോടല്ല, 2 വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ. അവൻ ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ നമുക്കെതിരായി ഉയരുമ്പോൾ, ഹല്ലേലൂയ, ദൈവമക്കളെ, നമ്മൾ ഉറങ്ങുവാനല്ല, നമ്മൾ മയങ്ങുവാനല്ല, ആത്മീകമായി ശക്തിപ്പെട്ട്, ആത്മീയമായി ബലപ്പെട്ട്, ദൈവ തേജസ്സുള്ളവരായി നിറഞ്ഞ് ആത്മാവിൽ യുദ്ധം ചെയ്യുവാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ തയ്യാറാകണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ റിഗമ ശബദഗദനരദ റിവന ഹംദൽ ഗനാതിയാര വക്ഷംതരാദന അസ്തന റിഗൽ കടക ജൂഡവൽ കമനകടകസിയ. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായവൻ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ആരാധനയ്ക്ക് യോഗ്യനായവൻ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. അവൻ ആരാ? അവൻ അത്ഭുതമന്ത്രി, അവൻ വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭുവാണ്. അങ്ങനെയെങ്കിൽ അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ച ഉടയവന്റെ ശക്തി ഇന്ന് രാത്രികാൽ ഈ ഹോളിലേക്ക് ദൈവിക സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ജുഡരവ ശബദഗദഗദഗദര റിമാന ഹംദൽ ഖനാതിയാരഗദഗദര അത്ഥുനാരഗ ശബ്ദരെ റിമാന ശബ്ദൽ ഗമനഗദഗ ജൂഡബനബനബബബ ഉടരാജകല ഒരു അധികാരം പ്രാപിക്കുവാൻ, ഒരു ആത്മശക്തി പകർച്ച പ്രാപിക്കുവാൻ, ഒരു ആത്മീക സാന്നിധ്യം വ്യാപരിക്കുവാൻ ഇന്ന് രാത്രികാലം വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. എന്താണ് പിശാചിന്റെ തന്ത്രം? എന്താണ് പിശാചിന്റെ തന്ത്രം? ഹല്ലേലൂയ. നമ്മളെ കൊല്ലുവാൻ, നമ്മളെ മുടിക്കുവാൻ, അവൻ നമ്മളെ തകർക്കുവാൻ വരുന്ന അന്ധകാര ശക്തിയോടാണ് ഈ ദിവസങ്ങളെ ആത്മാവിൽ പോരാടേണ്ടത്. ആത്മാവിൽ ജാഗരിച്ച് ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവിക കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുവാൻ ഈ ദിവസങ്ങളിൽ വിട്ടുകൊടുത്ത് നമ്മൾ ആരാധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനം എന്ന ആത്മാവിന്റെ വാളുണ്ടെങ്കിൽ, ദൈവവചനം എന്ന ആത്മാവിന്റെ താക്കോലുണ്ടെങ്കിൽ, ദൈവവചനം എന്ന ആത്മാവിന്റെ ശക്തിയുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഒരു ശക്തിക്കും നമ്മളെ കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല. രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന വാളും ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ പടവെട്ടുവാൻ നമുക്ക് തയ്യാറാണ്. ഹല്ലേലൂയ. രക്ഷയെന്ന ശിരസ്ത്രവും ആമേ പരിചയെന്ന വാളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് നമ്മളെ കീഴ്പ്പെടുത്തുവാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയിൽ ഉടരണം, ഈ ദിവസങ്ങളിൽ നമ്മൾ ആരാധനയിൽ ഉടരണം, ഈ ദിവസങ്ങളിൽ നമ്മൾ ശക്തി പ്രാപിച്ച് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും അവൻ ഉല്ലസിച്ച് പ്രാർത്ഥിച്ച് പോകുവാൻ തക്കവണ്ണം ഒരു അധികാരം നമ്മുടെ മേലുണ്ടെങ്കിൽ, ഒരു ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ, ഒരു ആത്മീയ പകർച്ച നമ്മുടെ മേലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നമുക്കെതിരായി വരുന്ന ചില
അന്യാരാധനകൾ, നമുക്കെതിരായി വരുന്ന ചില ശക്തികളെ കീഴ്പ്പെടുത്തുവാൻ സാധ്യമാകും. ഹല്ലേലൂയ. ജുഡരബല ഹദുരഗടക റബനബദിന റികബശബല ഹദുൽ ഗബരഗടഗസിയ അർത്ഥന വൈഡരഗ ദുനിരബബബ ജുഡരബദിഗരഗടക ജൂഡബൽ ഗബര. ആമേൻ. ഹല്ലേലൂയ. പ്രിയ സിസ്റ്ററോട് ദൈവാത്മാവ് പറയുക, രക്ഷ എന്ന ശിരസ്ത്രം, ഹല്ലേലൂയ, അധികാരത്തിന്റെ വാള് ദൈവം നിന്റെ മേൽ ഏൽപ്പിക്കാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുകയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെ നിനക്ക് തന്നു, അവൻ ആരാധിക്കുന്ന ഒരു ഭക്തനെ നിനക്ക് തന്നു. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ദൂത് പറയുക, ഒരു മനപ്പെട്ട് കത്തി ആരാധിച്ചാൽ, ഒരു മനപ്പെട്ട് കത്തി പ്രാർത്ഥിച്ചാൽ, ഇന്ന് രാത്രികാലം ഒരു വലിയ ദൈവ പ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടുവാൻ ഇടയാകുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം, ഏത് നേരത്തിലും ആത്മാവിൽ മുട്ടുകുത്തണം, ഏത് നേരത്തും ആത്മാവിൽ എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനമായി പറയുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ അവൻ ഒടുവിലും കർത്താവിന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അമിത ബലത്തിൽ ശക്തിപ്പെടണം, എന്നാൽ ഈ ദിവസങ്ങൾ മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ഉറങ്ങുന്നവനെ ഉണർന്നു മരിച്ചവന്റെ ഇടയിൽ എഴുന്നേൽക്കുക. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കണമെങ്കിൽ, ക്രിസ്തു നിന്റെ മേൽ ഉദിക്കണമെങ്കിൽ ഉറങ്ങിയിരിക്കുവാനല്ല, മയങ്ങിയിരിക്കുവാനല്ല. ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഞാൻ ആത്മാവിൽ പറയുകയാണ്, അവൻ ഉറങ്ങിയിരിക്കുവാനല്ല, ഈ നാളുകൾ ഉണർന്ന് ശക്തിപ്പെട്ട് ജീവൻ പ്രാപിച്ച് പുതുക്കം പ്രാപിച്ച് ദൈവസന്നിധിയിൽ മുന്നേറുക തന്നെ എത്രയും വേണ്ടത്. ഹല്ലേലൂയ. ശകരബബബ അധുനഗടക ശബ്ദൽ കബലഗടക ജൂഡബരബരബബ ജൂഡരാ ദിഗലഗടകസിയ ദീഖരാ ദിഗൽഗടക ദേരകം റബ്ഷാരിഗദൽഗടക ജൂഡബൽ കബലഗടകസിയ ദീഖരാ ദിഗൽഗടകസിയ. ആമേൻ. ഹല്ലേലൂയ. രണ്ട്, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിതി, ആമേൻ, ആമേൻ, പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം, നമ്മൾ എങ്ങനെ ആരാധിക്കണം, എങ്ങനെ നമ്മൾ മുൻപോട്ട് പോകണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മൾ ചെയ്യണം, ചിലതൊക്കെ പ്രാപിക്കണം, ചിലതൊക്കെ പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ആ വചനത്തോടനുബന്ധിച്ച് നമുക്കൊരു വചനം വായിക്കാം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 10:4 ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവർ തന്നെ. ഹല്ലേലൂയ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവർ തന്നെ. അവയാൽ ഹല്ലേലൂയ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. ആമേൻ. 4 വാക്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ 1 ജഡീകങ്ങളല്ല, 2 കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഹല്ലേലൂയ. ചില കോട്ടകളെ ഇടിപ്പാൻ, ചില വൻമതിലുകളെ തകർക്കുവാൻ, ആമേൻ, നമ്മുടെ മേലൊരു അധികാരം, നമ്മുടെ മേലൊരു ദൈവിക പവർ, നമ്മൾ തന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ പങ്ക് ഈ ദിവസങ്ങളെ ചില കോട്ടകളെ ഇടിപ്പാൻ, ചില ശക്തികളെ തകർക്കുവാൻ, ചിലതിനെ ഓടിച്ചു കളയുവാൻ ഇന്ന് രാത്രികാലം ആത്മാവിൽ ഞാൻ പറയുക, ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കരുത്, ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കരുത്. ഈ ദിവസങ്ങളെ ഹല്ലേലൂയ ചില ചങ്ങലകളെ പൊട്ടിച്ച്, ചില ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞ്, ആമേൻ, കൈകളെ കെട്ടിയ കെട്ടുകളെ യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ. പ്രാർത്ഥന മണ്ഡലങ്ങളെ ഒതുക്കുന്ന, ആമേൻ, നമുക്ക് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഇടർച്ച കല്ലുകളെ സ്വർഗ്ഗം വെട്ടി മാറ്റുവാൻ ദൈവം ശക്തനാണ്. ചൂടരബലബ ശംധരാ ദിഗലഗടഗസിയ അറ്റുനാറികൽഗടഗ ജൂഡബൽ കബലഗടഗസിയ. ആമേൻ. ഹല്ലേലൂയ. ചില കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഈ ദിവസങ്ങളിൽ ചില കോട്ടകൾ, നമ്മുടെ മുൻപിൽ വരുന്ന വൻമതിലുകൾ, നമ്മുടെ മുൻപിൽ വരുന്ന ചില കോട്ടകൾ
ശക്തികൾ, ചില യെരിഹോ മതിലുകളെ പൊളിച്ചെടുക്കുവാൻ ആമൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശക്തി, ആമൻ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ആമൻ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ പകരുമ്പോൾ, ദൈവിക ജ്ഞാനം നമ്മുടെ മേൽ ഉദിക്കുമ്പോൾ, ഇന്ന് രാത്രികാലം ആത്മാവിൽ പറയുക, ആമൻ കർത്താവിന്റെ ശക്തി എന്റെ മേലുണ്ട്, കർത്താവിന്റെ അധികാരം എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ക്ഷീണിച്ചു പോകണ്ട, തളർന്നു പോകണ്ട, ആത്മാവിൽ യുദ്ധം ചെയ്യണം. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിനെ കാണിച്ചു, നിങ്ങളെ രണ്ടുപേരെ ശക്തമായ ഒരു മിനിസ്ട്രിക്കുള്ളത് ശക്തമായിട്ട് സിസ്റ്റിനെ ദൈവം ഉപയോഗിക്കും. ശക്തമായി തന്നെ ദാസനെ സഭയ്ക്ക് ആമൻ ഒരു വിളക്കാക്കി രണ്ടുപേരെ ദൈവം പുറത്തു കൊണ്ടുവരും. വാഗ്ദത്തമുള്ളതിനെ തകർക്കാൻ അഭിഷേകം നോക്കുന്നത്. നിങ്ങളുടെ മേലൊരു വിളിയുണ്ട്. ദൈവാത്മ ദൂത് പറയുകയാ, നിങ്ങളുടെ മേലൊരു വിളിയുണ്ട്, നിങ്ങളുടെ മേലൊരു തിരഞ്ഞെടുപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാ, ആമെ വിളിച്ചവൻ ദൈവമാ, ആമെ തെരഞ്ഞെടുത്ത ദൈവമാ. ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ പോകാ. ആമെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാം, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് നിൽക്കും, ഞങ്ങൾ ഒരുമിച്ച് ശക്തിയോടെ ഞങ്ങൾ പുറത്തു വരും. അതുകൊണ്ടാണ് സങ്കീർത്തനം 91:10 പറയുന്നത്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടിക്കുകയില്ല. ബാധ വരത്തില്ലെന്നേ. ആരാധിക്കുന്ന കുടുംബമാ, പ്രാർത്ഥിക്കുന്ന കുടുംബമാ, ഒരു ശക്തിക്ക് നമ്മളെ കീഴ്പ്പെടുത്തുവാൻ പറ്റുകയില്ല. വാഗ്ദത്തമുള്ളിടത്ത് ശത്രു ഉയരും, പ്രതികൂലമുള്ളിടത്ത് ശത്രു ഉയരും. ഹല്ലേലൂയ. ആരാധിക്കുന്ന വ്യക്തി, ആരാധിക്കുന്ന ആമേ തന്റെ മക്കൾക്കെതിരെ ചുറ്റുമായി നിൽക്കുന്ന ചില ശക്തികളെ ഇന്ന് രാത്രികാലം സ്വർഗ്ഗമെടുത്ത് വെട്ടി മാറ്റുകയാ. അമിത ബലത്തോടെ, അമിത ശക്തിയോടെ യുദ്ധക്കളത്തിൽ ഇറങ്ങുവാൻ ആര് തയ്യാറാണോ, ഇന്ന് രാത്രികാലം ദൈവം നിന്നെ വളർത്തും. അതാണ് ഹല്ലേലൂയ. യെശയ്യാവ് 60 പറഞ്ഞ്, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അവനൊരു തേജസ് ഉണ്ടെങ്കിൽ, നിന്നിലൊരു വിളക്കുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം രാത്രികാലം ചിലതിനെ ജ്വലിപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ, ആമേ കരയുവാൻ തയ്യാറാണെങ്കിൽ, ആമേ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് രാത്രി ചില രേഖകളെ ദൈവം തിരുത്തി മാറ്റുവാൻ ഇടയാകും. ഹല്ലേലൂയ. പൗലോസും ശീലാസും എന്ത് ചെയ്തു? കാരാഗ്രഹത്തിൽ കിടന്നു. ഹല്ലേലൂയ. എന്നാൽ ആരാധനയുടെ മുമ്പിൽ ചില ചങ്ങലകൾ അഴിഞ്ഞു, ചില ബന്ധനങ്ങൾ അഴിഞ്ഞു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർ എവിടെയുണ്ടോ, പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർ പ്രാർത്ഥനയ്ക്കകത്തുണ്ടോ, അവരൊരു ശക്തി നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ഏത് ശക്തി വന്നാലും അതിനെ തട്ടിത്തെറിപ്പിക്കുവാൻ അന്യഭാഷയുടെ ശക്തിയാൽ, അഭിഷേകത്തിന്റെ ശക്തിയാൽ ചിലതിനെ എടുത്തു മാറ്റുവാൻ തക്കവണ്ണം ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ അധികാരത്തിലാണ് നമ്മൾ പുറത്തു വരേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാ, ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെയാ. ഹല്ലേലൂയ. അല്പസമയം ആരാധിച്ചാട്ടെ. ചില കോട്ടകളെ ഇടിപ്പാൻ, ചില ശക്തികളെ, മുഴക്കാലായി നിൽക്കുന്ന അന്ധകാര ശക്തികൾ, ദേശാധിപത ശക്തികൾ, ഇന്ന് രാത്രി സ്വർഗ്ഗമെടുത്ത് വെട്ടിമാറ്റുകയാ. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഉയരുന്ന ചില ദേശത്തിന്റെ പോരുകൾ, ചില ദേശത്തിന്റെ ശക്തികൾ, നീ അങ്ങനെ മുൻപോട്ട് പോകണ്ട, നീ ഒരു തലത്തിൽ നീ എത്തിപ്പെടണ്ട എന്ന് പറഞ്ഞ് അവകാശം പറയുന്ന ചില മണ്ഡലങ്ങളെ അവൻ ഇന്ന് രാത്രി സ്വർഗ്ഗമെടുത്ത് വെട്ടിമാറ്റുകയാ. യേശുവിന്റെ നാമത്തിൽ ദൈവിക തീയിറങ്ങട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവിക ചലനം വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രികാലം ചില കെട്ടുകൾ അടിയട്ടെ. അവൻ നീ പത്രോസാകുന്നു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല.
ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇന്ന് രാത്രിയിൽ ഹോളിൽ വന്നിരിക്കുക. നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത്? നമ്മൾ എന്തിനാ നിരാശപ്പെടുന്നത്? മുട്ടോളമല്ല ആരെയോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു ആത്മീക നദിയിലാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആത്മീക സാന്നിധ്യം വ്യാപരിക്കട്ടെ, ആത്മീക സാന്നിധ്യം വ്യാപരിക്കട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ റികമന ഹദുരഗഡഗ ജൂഡബല ഹംദരാരഗദ ഉടബാരഗദൽ കഡഗ ജൂഡബൽ കമരഗഡഗസിയ അംദൽ കമരഗഡഗ ജൂഡരച്ച പ്രൗഡബലഗഡഗസിയ. യേശുവിന്റെ നാമത്തിൽ ദൈവിക തീ വ്യാപരിക്കട്ടെ, ദൈവിക തീ വ്യാപരിക്കട്ടെ, ദൈവിക തീ വ്യാപരിക്കട്ടെ. ജൂഡറബലവ ശംധരാദികൾ കഡഗ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന മോർദാക്കിനെതിരെ ഹാമാൻ കഴുകുമരം ഒരുക്കി. പ്രാർത്ഥിക്കുന്ന മോർദായി, ആമേ, പ്രാർത്ഥിക്കുന്ന മോർദാക്കായി യഹൂദ വംശത്തെ കൊന്നുമുടിക്കുവാൻ ഹാമാൻ പദ്ധതി ഒരുക്കിയ. ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരുവൻ മുട്ടുകുത്തി കരയുക. ശത്രു എത്ര കെട്ട് കെട്ടിയാലും ശത്രുവിന്റെ കെട്ടുകളെ അഴിപ്പാൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന രാജാതി രാജാവാ ഇസ്രായേൽ പരിശുദ്ധനായ ദൈവം ഇന്ന് രാത്രി കാലം ചില ചെങ്കടലുകളെ വെട്ടിമാറ്റി. ആത്മാവ് പറയുന്നു, ചില ചെങ്കടലുകളെ വെട്ടിമാറ്റി ആത്മീക നദിയിൽ ഇറക്കുന്ന ഒരു ദൈവം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ആത്മീയ നദിയിൽ ഇറക്കും രണ്ടുപേരെയും. ആത്മീക നദിയിൽ ചിലത് പ്രാർത്ഥിച്ച് മേടിക്കുവാൻ, ചിലത് പ്രാർത്ഥിച്ച് പുറത്തു വരുവാൻ തക്കണം പ്രത്യേക ഒരു അധികാരം, പ്രത്യേക ഒരു നിയോഗം തന്റെ ദാസിയെ ദൈവം നിനക്ക് തരുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുകയാണ്. ഹാമാന്റെ പദ്ധതികൾ പൊളിയട്ടെ, ഹാമാന്റെ പദ്ധതികൾ പൊളിയട്ടെ, ഹാമാന്റെ പദ്ധതികൾ പൊളിയട്ടെ. ദൈവിക ചലഞ്ച് വ്യാപരിക്കട്ടെ, ആ കരത്തിലേക്ക് ദൈവിക ചലഞ്ച് വ്യാപരിക്കട്ടെ. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ. നിറയ്ക്കുന്നവന്റെ അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത്, നിറവുള്ളവന്റെ അടുത്താണ് വന്നിരിക്കുന്നത്. ഇന്ന് രാത്രികളെ സകല കടബാധ്യതകളെ മാറ്റി, സകല ഭാരങ്ങളെ മാറ്റി, സകല മുറിവുകളെ ഉണക്കുന്ന ആ ദൈവ ശക്തി ഈ ആളിലേക്ക് കടന്നു വന്നിരിക്കുക. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാ. മനസ്സ് തകർന്നവൻ രക്ഷിക്കുന്ന ദൈവമാ. എന്തിനാ ഭാരപ്പെടുന്നത്? ദൈവ പൈതൽ എന്തിനാ ഭാരപ്പെടുന്നത്? ദൈവ പൈതൽ എന്തിനാ പ്രയാസപ്പെടുന്നത്? ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തെ പിടിച്ചടക്കുവാൻ ഈ ദിവസങ്ങൾ അശുഭ യാത്രയിലേക്ക് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ആ ഉപവാസം എന്ത് ചെയ്തു? ദൈവത്തിന്റെ കരം അനുകൂലമായി ഇറങ്ങി വന്നു. നമ്മൾ ഉപവസിക്കുന്നത് വെറുതെയല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നത് വെറുതെയല്ല. ഇന്ന് രാത്രികാല ഹല്ലേലൂയ അവങ്കലേക്ക് നോക്കിയ പ്രകാശിതരായി, അവങ്കലേക്ക് നോക്കിയ പ്രകാശിതരായി. അവന്റെ മുഖമോ ലജ്ജിച്ചു പോയില്ല. യഹോവ നല്ലവനാണ്, യഹോവ വിശ്വസ്തനാ, യഹോവ പരിപാലന. വചനത്തിൽ പറഞ്ഞ ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളെ ഉയർത്തും. എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നമ്മുടെ സഹായം മനുഷ്യരോടല്ല ചോദിക്കേണ്ടത്, നമ്മുടെ സഹായം മറ്റുള്ളവരോടല്ല ചോദിക്കേണ്ടത്, ലോകത്തോടല്ല ചോദിക്കേണ്ടത്. ഈ ദിവസങ്ങളെ നമ്മളെ ഉയർത്തുന്നവൻ അവൻ ഹല്ലേലൂയ ഇസ്രായേലിന്റെ പരിപാലനോട് നീ ഒന്ന് ചോദിച്ചാട്ടെ. അവകാശമായി ചിലത് നമ്മുടെ കയ്യിൽ ദൈവം തരുവാൻ ശക്തനാ.
ഇന്ന് രാത്രികാലം ഹല്ലേലൂയ പ്രിയപ്പെട്ട ദാസനോട് ദൈവാത്മാ ദൂത് പറയാ, ഹാമാന്റെ പദ്ധതി ദൈവം പൊളിക്കും. മുന്നിൽ നിൽക്കുന്നത് ഇടത്തും വലത്തുമായി നിൽക്കുന്ന ചില ശക്തികൾ പലവിധമായ എതിരുകൾ മൂടി വരുമ്പോൾ ഇന്ന് രാത്രികാല ഹല്ലേലൂയ ദൈവാത്മാ പറയുക, കോട്ടകളെ ഇടിപ്പാൻ ആത്മീക കോട്ടകളെ ഇടിപ്പാൻ ആത്മീക ശക്തി പ്രാപിച്ച ഈ ദിവസങ്ങളിൽ ബലപ്പെട്ട് പുറത്തു വരണമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയാ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉറക്കത്തിൽ എഴുന്നേൽക്കണം. ആത്മീക ഉറക്കത്തിൽ നിന്ന്, ആത്മീക ശക്തിയിൽ നിന്ന് പുതുക്കം പ്രാപിച്ച് ദിവസങ്ങളിൽ അവൻ അധികാരത്തോടെ ശക്തിപ്പെടുവാൻ ശക്തിപ്പെടുവാൻ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ഈ ഹോളിൽ ദൈവിക തീ ഇറങ്ങട്ടെ. ആരാധനയ്ക്ക് നേരെയുള്ള കെട്ടുകൾ, ആമ ശരീരമണ്ഡല കെട്ടുന്ന കെട്ടുകൾ, ആമ തളർന്നു പോകുന്ന മണ്ഡലങ്ങൾ, ബലഹീനത തികഞ്ഞു വരുന്ന ഒരു അത്യന്തപരമായ ശക്തി രണ്ടുപേരുടെ മൺകൂടാരത്തിലേക്ക് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യനല്ല. ഇന്ന് രാത്രികാല ഹല്ലേലൂയ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. ഹല്ലേലൂയ. ഈ വചനത്തിൽ പറയുന്നത് പോലെ ഹല്ലേലൂയ ഒടുവിലും കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങൾ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. ഒന്ന്, ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കുക. രണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും. ദേശത്തിൽ നിന്നൊരു വാഴ്ചകൾ, അധികാരങ്ങൾ, അവൻ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ. ഒന്ന് എന്താണ്? വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോടും അത്രേ. നീ പ്രാർത്ഥിക്കേണ്ടത്, നീ കരയേണ്ടത് ശത്രു അവകാശമായി വെല്ലുവിളിക്കുമ്പോൾ ദൈവാത്മ ദൂത് പറയുക, ഒരു പത്രോസിനെ പോലെ, ഒരു പൗലോസിനെ പോലെ, ഒരു ശീലാസിനെ പോലെ ആരാധിച്ച് അമിക്കരകളെ പൊട്ടിച്ചു കളയുവാൻ, ചില അടിമ ബന്ധനങ്ങളെ അഴിച്ചു കളയുവാൻ ഈ ദിവസങ്ങളെ ആത്മാവിൽ പ്രാപിച്ച ശക്തിയുള്ളവരായി തന്നെ നിൽക്കണം. അതിന്റെ ഹല്ലേലൂയ 16 വാക്യം പറയുന്നു, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പരിചയം എന്തായിരിക്കണം? വിശ്വാസമായിരിക്കണം. ഞാൻ എല്ലാ കാര്യത്തിലും ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഞാനും പാസ്റ്ററും അത് തന്നെ. ദൈവം ചെയ്യും എന്ന് പറഞ്ഞ ദൈവം ചെയ്യും. നമ്മൾ പുറകോട്ട് നോക്കണ്ട. ദൈവം തരും എന്ന് പറഞ്ഞ ദൈവം തരും. അതാണ് വിശ്വാസം. കാണാതെ നമ്മൾ വിശ്വസിക്കുക, കണ്ടല്ല നമ്മൾ കാണാതെ വിശ്വസിക്കുക. ഹല്ലേലൂയ. അവൻ കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഒത്തിരി ഭാരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. പക്ഷെ അവിടെയൊക്കെ തക്ക സമയത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയുന്നത്, അവൻ അബ്രഹാം കണ്ടല്ല വിശ്വസിച്ചത്, അവൻ കാണാതെ വിശ്വസിച്ചത്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഞങ്ങൾ ആരാധിക്കും, ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ഈ ദേശത്തുണ്ടെങ്കിൽ ഞങ്ങൾ ആത്മാവിൽ പടവെട്ടും, അധികാരത്തോടെ ഞങ്ങൾ പുറത്തു വരും എന്ന് ആത്മ നിറവിലൊന്ന് ആരാധിച്ചാൽ, ആത്മ നിറവിലൊന്ന് പ്രാർത്ഥിച്ചാൽ അവർ നമ്മുടെ അടുത്തേക്ക് വരും. എനിക്കൊന്ന് പ്രാർത്ഥിക്കണേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? നമ്മുടെ അടുത്ത് വരും. ഹല്ലേലൂയ. ഈ വചനത്തെ പറഞ്ഞു, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കവണ്ണം അവൻ വിശ്വാസം എന്ന പരിചയം. പല വാഗ്ദത്തങ്ങൾ അടഞ്ഞു പോകുമ്പോൾ ഈ ആത്മാവിൽ ഞാൻ പറയുക, ചിലതിനെ കുത്തി തുറക്കാൻ പോകുകയാണ്.
യേശുവിന്റെ നാമത്തിൽ പല വാഗ്ദത്തങ്ങൾ കണ്ണുമങ്ങുന്നത് പോലെ ഇത് വെളിപ്പെടുമെന്ന് ശത്രു മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അവകാശമായി ബന്ധിച്ചിരിക്കുന്ന ചില ബാധകളെ സ്വർഗം ഇന്ന് കുത്തി തുറക്കുവാൻ പോകുകയാണ്. നമ്മൾ വചനം കേൾക്കുമ്പോൾ ആത്മാവിൽ ആരാധന പടവെട്ടണം. ആമേൻ. ശത്രുവിന്റെ പദ്ധതികൾ നമ്മൾ പടവെട്ടണം. വചനത്തിനകത്ത് വിടുതലുണ്ട്, ആരാധനയിൽ വിടുതലുണ്ട്, പ്രാർത്ഥനയിൽ വിടുതലുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ജനമേ, ആരാധനയിൽ വിടുതലുണ്ട്. ആരാധന ചില കെട്ടുകൾ പൊട്ടും, ആരാധന ചില തന്ത്രങ്ങൾ അഴിയും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യനെന്താ ഭാഗ്യവാനാണ്. പൊൻകുന്ന ചർച്ചില് ഞങ്ങൾ ആദ്യമായിട്ട് വരുമ്പോൾ 6 മാസം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനും പാസ്റ്ററും കുഞ്ഞുങ്ങളും അമ്മയും മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളെ അടിക്കാൻ ആൾക്കാർ വന്നു. BJP-ക്കാർ ഞങ്ങളെ അടിക്കാൻ വന്നു. പക്ഷെ പെട്ടെന്ന് ദൈവാത്മ പാസ്റ്ററോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞങ്ങൾ ആ BJP-ക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അവരതുപോലെ ഇറങ്ങിപ്പോകാനിടയായി. ഒരു ശക്തിക്ക് നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ദൈവം അയച്ചാൽ, ദൈവം വിട്ടാൽ ഒരു ശക്തിക്ക് നമ്മളെ കീഴ്പ്പെടുത്തുവാൻ പറ്റുകയില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയും, ഉറക്ക വിളിക്കുക, അടങ്ങിയിരിക്കരുത്. ആത്മാവിൽ ശക്തിപ്പെടുക, ആത്മാവിൽ കുതിച്ചുയരുക. അതുപോലെ ഈ വചനത്തിൽ അതുപോലെ നമ്മൾ പറയുന്നത് 18-ാം വാക്യം, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതൊരു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. എന്ത് ചെയ്യണം? സകല പ്രാർത്ഥനയാലും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വിശ്വാസം, എനിക്കത് ലഭിക്കും, എന്റെ വാഗ്ദത്തം എന്റെ മേൽ നടക്കും എന്ന് പറഞ്ഞ ആത്മാവിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ചിലതൊക്കെ നടക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാല ഹല്ലേലൂയ ഈ വചനത്തിൽ പറയുന്നത് 2 രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് കൈക്കൊള്ളുവാൻ ഈ ദിവസങ്ങൾ നമ്മൾ തയ്യാറാകണം. ഉപവസിക്കണം, കരയണം. എല്ലാവരോടും ഞാൻ പറഞ്ഞു, ഉപവസിക്കുകയും കരയുകയും വില കൊടുത്തു പോയാൽ മാത്രമേ ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ. നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ ഒരു കാര്യം നടക്കത്തില്ല. നമ്മൾ ഇങ്ങനെ ആരാധിച്ചാൽ ഒരു കാര്യം നടക്കത്തില്ല. ആത്മാവിൽ ശക്തിയോടെ ആരാധിക്കുക. ഞാൻ എപ്പോഴും ഈ വചനത്തിൽ പറഞ്ഞല്ലേ, ആത്മാവിൽ ശക്തിയോടെ ആരാധിക്കുക, ആത്മാവിൽ ശക്തിയോടെ പ്രാർത്ഥിക്കുക, ആത്മാവിൽ ശക്തിയോടെ ക്രിസ്തുവെന്ന തലയോളം അധികാരത്തോടെ മുന്നേറുവാൻ തക്കവണ്ണം അവൻ തന്റെ ദാസന്മാരെ ദൈവം ഇടയാക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുക. അവൻ ഈ വചനത്തിൽ പറയുന്നത് ഹല്ലേലൂയ. അതിന്റെ 17-ാം വാക്യം, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. പൂർണ്ണതയോടെ പ്രാർത്ഥിപ്പാൻ, പൂർണ്ണതയോടെ ശക്തീകരിക്കുവാൻ തക്കോണം ദൈവം അധികാരപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു സന്ദേശം കർത്താവ് നമുക്ക് നൽകി. ഇനി ഒരു പ്രഭാഷണത്തിന് ആവശ്യം നമ്മുടെ മുമ്പിലില്ല. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ അക്കമിട്ട് സംസാരിക്കുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. ഇന്ന് രാത്രികാലം എല്ലാ മുഖത്തെയും തകർക്കുന്ന ഒരു അഭിഷേകമാണ് ദൈവജനത്തിന് കർത്താവ് നൽകിയിരിക്കുന്നത്. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് നല്ല ഉറപ്പുണ്ട്? ശത്രുവിന്റെ പാളയത്തിനകത്ത് കൂപ്പുകുത്തുന്നവരല്ല, ശത്രുവിന്റെ പാളയത്തിനകത്ത് പകച്ചു നിൽക്കേണ്ടവരല്ല, ആർക്കും പൊളിക്കുവാൻ കഴിയാത്തത്, ആർക്കും തകർക്കുവാൻ കഴിയാത്തത്, ആരെ കൊണ്ട് സാധിക്കുവാൻ കഴിയാത്തത് ഇന്ന് രാത്രികാലം അഭിഷേകം ചുമക്കുന്ന ദൈവജനത്തിന് ഈ ദിവസങ്ങളിൽ ശക്തിയോടെ പോരാടി ശക്തിയോടെ ബലപ്പെടുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. നമ്മൾ വായിച്ച വാക്യം ഇതാണല്ലോ, ഒടുവിലും കർത്താവിന്റെ അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഓർക്ക, പിശാചിന്റെ തന്ത്രങ്ങൾ എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധം വർഗം ധരിച്ചുകൊള്ളുവേൻ. ഇന്ന് രാത്രികാലം ഓർക്കുക, ലോകപരമാകുന്ന പടച്ചട്ടയല്ല ഒരു രക്ഷിക്കപ്പെട്ടവന് വേണ്ടത്. കൊല്ലൻ പണിത ആയുധമുള്ള മൂർച്ചയേറിയ കത്തിയല്ല അവന്റെ കരത്തിലിരിക്കേണ്ടത്. ഇന്ന് രാത്രി മണ്ണിലില്ലാത്ത ചിലത് വിണ്ണിൽ നിന്ന് പ്രാപിച്ചവരാണെങ്കിൽ ഇന്ന് രാത്രികാല ശത്രു
ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറച്ചു കളയുവാൻ ആത്മശക്തിക്ക് കഴിയുമെങ്കിൽ, ദൈവകൃപയ്ക്ക് കഴിയുമെങ്കിൽ, ഇന്ന് രാത്രികാലം ദൈവത്തെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം വിശുദ്ധിയോടെ, വേർപാടോടെ, ആത്മനിയോഗത്തിലായിരിക്കുന്ന എന്നെയും നിങ്ങളെയും തകർത്തു കളയുവാൻ ശത്രു പല പദ്ധതികൾ നമ്മുടെ നേരെ അവൻ മെനയുമ്പോൾ, നമുക്ക് നേരെ കുരുക്കുകൾ ഒരുക്കുമ്പോൾ, ഇന്ന് രാത്രികാലം അവനെ തകർക്കുവാനുള്ള ഒരു ആത്മശക്തിക്ക് വേണ്ടി, ഒരു ആത്മകൃപയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ. പോരിനായി നമ്മുടെ കൈകളെ, വിരലുകളെ ദൈവം അഭ്യസിപ്പിക്കുവാൻ ഈ ദിവസങ്ങളിൽ ശത്രുവിന്റെ പാളയത്തെ തകർത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവിക രാജ്യത്തിന് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെടുവാൻ കർത്താവ് കൃപ നൽകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം നമുക്കെല്ലാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു പാട്ടിന്റെ വരികൾ പാടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകൾ അർപ്പിച്ച് സന്തോഷത്തോടെ അല്പനിമിഷം ആത്മാവിൽ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ച്, ആത്മനിയോഗത്തോടെ ദൈവത്തെ ഇന്ന് രാത്രികാലം ആരാധിച്ച് നമുക്ക് മുഖത്തപ്പെടുത്തുവാൻ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ നമുക്കെല്ലാം അറിയാവുന്ന പാട്ടിന്റെ വരികളാണ്. കർത്താവ് തൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോട് സ്വർഗത്തിൽ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേക്ക് ജീവനോട് ശേഷിക്കുന്ന നാമം രൂപാന്തരപ്പെടുമെന്ന് തിരുവചനത്തിൽ വായിക്കുന്ന പോലെ ആ പ്രത്യാശിത മനോഹരമാകുന്ന ഗാനം കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരും. വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം ആ മധ്യാകാശത്തിന്റെ പുലരിയിൽ നമ്മൾ കണ്ടുകൊണ്ട് ഇന്ന് രാത്രികാല കരകളടിച്ച് ആത്മനിയോഗത്തോടെ നമ്മുടെ ദൈവത്തെ ഇന്ന് രാത്രികാലം ആരാധിക്കാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. മണ്ണിലുറങ്ങിടുന്ന ശുദ്ധന്മാർ, മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാർ, കാഹളനാദം കേൾക്കുന്ന മാത്രേ. മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാർ, കാഹളനാദം കേൾക്കുന്ന മാത്രേ. പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുന്നവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുന്നവർ. കർത്താവ് തൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൈവദൂത ശബ്ദത്തോട്, കർത്താവ് തൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൈവദൂത ശബ്ദത്തോട് സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്നിടുമ്പോൾ, സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം അത്യാവശ്യത്തിൽ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം അത്യാവശ്യത്തിൽ. ജീവനോടി ഭൂമിയിൽ ആത്മശുദ്ധ രൂപാന്തരം പ്രാപിക്കും ആ നേരത്തെ. ജീവനോടി ഭൂമിയിലെ ആത്മശുദ്ധ രൂപാന്തരം പ്രാപിക്കും ആ നേരത്തെ. ഇതാ സ്വരത്തോടും അപ്പോടുകൂടെ, ഇതാ സ്വരത്തോടും അപ്പോടുകൂടെ. വിട്ടോലകപ്പോ 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 തുല്യരായി. വിട്ടോലകപ്പോ 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 തുല്യരായി. കർത്താവ് തൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൈവദൂത ശബ്ദത്തോട്, കർത്താവ് തൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൈവദൂത ശബ്ദത്തോട് സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്നിടുമ്പോൾ, സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം അത്യാവശ്യത്തിൽ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം അത്യാവശ്യത്തിൽ. കുഞ്ഞാറ്റി കല്യാണമായി തന്റെ കാന്തയാകും വിശുദ്ധ സഭ. കുഞ്ഞാറ്റി
കല്യാണമാകേ ദിനത്തിൽ തന്റെ കാക്കയാം വിശുദ്ധ സഭ മറിയറയ്ക്കുൾ കടക്കുന്നതാ മറിയറയ്ക്കുൾ കടക്കുന്നതാ എന്തെന്തു സന്തോഷമെന്തു സന്തോഷമെന്തു സന്തോഷമുണ്ടാമവൾക്ക് എന്തെന്തു സന്തോഷമെന്തു സന്തോഷമെന്തു സന്തോഷമുണ്ടാമവൾക്ക് കർത്താവ് ഭംഗിരനാഥോട് പ്രധാന ദൈവാദൂത ശബ്ദത്തോട് കർത്താവ് ഭംഗിരനാഥോട് പ്രധാന ദൈവാദൂത ശബ്ദത്തോട് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം അത്യാവശ്യത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം അത്യാവശ്യത്തിൽ പല ശോധനകൾ വരുമ്പോ ഭാരങ്ങൾ പെരുകിടുമ്പോ എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാലല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നോ എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാലല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നോ നിന്നുള്ള വേസ്തിക്കാതെ ഞാൻ മകൾക്കായി സ്തുതിക്കാം എല്ലാം കരകവേ ദിനവും നന്ദിയോടെ പാടിപ്പുഴല്ല ദിനവും നന്ദിയോടെ പാടിപ്പുഴല്ല സുരലോക സുഖം പിടിക്കൂ നിന്നെ തേടി വന്നയിടെ സുരലോക സുഖം പിടിക്കൂ നിന്നെ തേടി വന്നയിടെ തന്റെ ശീല ചിന്തിക്കാവോ ക്ഷമാണു തുറന്നോ തന്റെ ശീല ചിന്തിക്കാവോ ക്ഷമാണു തുറന്നോ എന്നോടവേ സ്തുതിക്കാതി ഭാരവേ മകൾക്കായി സ്തുതിക്കാം എല്ലാം തരങ്ങവേ ജലമുടവൻ ദിനവും നന്ദിയോടെ പാടിപ്പുഴല്ല ആനാവിനാൽ വിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു ആനാവിനാൽ വിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു ിപ്പിച്ചു അതിശയമേ അതിശയമേ എന്നുള്ളവേ സ്ഥിതിക്കാതെ ഭാരവേ ശക്തിയോടെ ആത്മാവിന്റെ ദുരവോടുകൂടി
പുതുശക്തിയോടെ പുതുബലത്തോടെ കടന്നു പോകുവാൻ അധികാരത്തോടെ ഒരാത്മദ്രവോടെ പോകുവാൻ, ഒരാത്മശക്തിയോടെ പോകുവാൻ, പരിശുദ്ധാത്മാവിന്റെ പകർച്ചയോടെ പോകുവാൻ, ചിലതിന്മേൽ ക്ഷയം പ്രാപിക്കുവാൻ, ശരീരത്തിൽ ദൈവിക തീയിറങ്ങണേ, ശരീരത്തിൽ ദൈവിക തീയിറങ്ങണേ. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറഞ്ഞതുപോലെ ചിലതിനെ കുടഞ്ഞു കളയുവാൻ, ചിലതിനെ കുടഞ്ഞു കളയുവാൻ, ചിലതിന്മേൽ അധികാരത്തോടെ അവൻ ക്ഷയം പ്രാപിക്കുവാൻ, അഭിഷേകത്തോടെ തന്റെ ദാസനമേൽ ദൈവിക ശക്തി വ്യാപരിക്കണേ. ഒരാത്മാവിന്റെ ഫയർ ഇറങ്ങണേ, ഒരാത്മാവിന്റെ ഫയർ, ഒരാത്മാവിന്റെ ശക്തി, ഒരാത്മാവിന്റെ തീ ശരീരകത്ത് വ്യാപരിക്കണേ. ഇന്ന് വചന പറഞ്ഞ ഒടുവിലോ കർത്താവിന്റെ അമിത ബലത്തിലോ അമിത ശക്തിയിലോ അവൻ ചിലതിനെ പുറത്തു കളയുവാൻ, ചില ബന്ധനങ്ങളെ തകർത്തു കളയുവാൻ, തീയോടുകൂടി ആത്മാവിൽ ശക്തി പ്രാപിക്കുവാൻ ദൈവിക തീയിറങ്ങട്ടെ, പ്രിയ സിസ്റ്ററുമേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാ ഇസബേലിന്റെ ശക്തികൾ, എല്ലാ ഇസബേലിന്റെ കെട്ടുകൾ മുൻപോട്ട് വിടുവാൻ കഴിയാത്ത തലത്തിൽ ഇസബേൽ ആയിരിക്കുന്ന ചില വൻവാതിലുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ചില വാഴ്ചകളോടും ചില അധികാരങ്ങളോടും ചില അന്ധകാര ദേശാധിപശക്തിയോടും അവൻ ഇന്ന് രാത്രികാലം ആത്മാവിന്റെ ശക്തിയോടെ ചിലതിനെ കുടഞ്ഞു കളയുവാൻ, ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ, ചില അമാലിക ശക്തികൾ, ചില അമാലിക ശക്തികൾ ഇന്ന് രാത്രികാല ദൈവിക തീ ഹോളിലേക്ക് വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രികാല ദൈവിക തീ ഹോളിലേക്ക് വ്യാപരിക്കട്ടെ. ദൈവാത്മ വ്യക്തമായി ദൂത് പറഞ്ഞതുപോലെ പ്രാർത്ഥനയിലേക്ക് ആദ്യതയോടെ പുറത്തു വരുവാൻ, ആരാധന ഒരുമിച്ച് ശക്തി പ്രാപിച്ച ബലം പ്രാപിച്ച രണ്ടുപേരും ഒരുമിച്ച് ദൈവ സന്നിധിയിൽ കർത്തൃത്വം പ്രാപിക്കുവാൻ പകർച്ച വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ പകർച്ച വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ പകർച്ച വ്യാപരിക്കട്ടെ. ദൈവശക്തി പകർന്നു. സ്തോത്രം.